സല്യൂട്ട് സുഹൃത്തുക്കളെ. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നൊരു ചൊല്ലില്ലേ? അതുപോലെ ഞാൻ പലപ്പോഴും പോലീസിനെ കുറിച്ച് പറയാറുണ്ട്, ഓണമാണെങ്കിലും സംക്രാന്തി ആണെങ്കിലും പോലീസിന് എപ്പോഴും ജോലി തന്നെ എന്ന്. ഓണത്തെക്കുറിച്ചുള്ള ഒരു സംഭവമൊന്നും അല്ല ഞാൻ പറയുന്നത്. 2004 നവംബർ മാസം അന്നത്തെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായിരുന്ന ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹം ഏതോ ഒരു സ്വകാര്യ ചടങ്ങിന് പോയിട്ട് എറണാകുളത്ത് ഇടയ്ക്കൊന്ന് നിർത്തി. തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയായിരുന്നു. ലേ മെറിഡിയൻ ഹോട്ടൽ കുണ്ടന്നൂരുള്ള അവിടെ വെച്ചിട്ട് ഒരു ഭക്ഷണം കഴിക്കാനോ എന്തിനൊക്കെയാണ് അദ്ദേഹം നിർത്തിയത്. ആ സമയം ഈ ഐസ്ക്രീം പാർലർ കേസ് വളരെയധികം പത്രമാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിന്നിരുന്ന സംഭവമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്നത്തെ ഓപ്പോസിഷനായിരുന്ന LDF, SFI, DYFI പ്രവർത്തകരെല്ലാവരും അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുകയും അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന സമയമാണ്. അതങ്ങനെ വളരെ നിരന്തരമായിട്ട് എവിടെ പോയാലും ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ നടക്കുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്വകാര്യ കാറിലാണ് വന്നിരുന്നത്, ഒഫീഷ്യലായിട്ടുള്ള കാറിലല്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ ഇവരത് അറിഞ്ഞ് ആ ഹോട്ടലിൽ അദ്ദേഹം സ്റ്റക്കായിപ്പോയി. ഹോട്ടലിൻ്റെ ലോബിയും അദ്ദേഹത്തിൻ്റെ കാറും വളഞ്ഞ് LDF പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയും കരിങ്കൊടി കാണിക്കുകയൊക്കെ ചെയ്ത് ഒരു 1.5 മണിക്കൂറായിട്ട് അവിടെ നിൽക്കാൻ തുടങ്ങി. പോലീസുകാരൊക്കെ സ്ഥലത്തുണ്ട്, പക്ഷെ അവർ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പരിഭ്രാന്തരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടിട്ടായിരിക്കും എൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു, ശ്രീലേഖ ഒന്ന് പോയി നോക്കൂ എന്താ സംഭവം എന്നുള്ളത്. അവിടെ കമ്മീഷണർക്ക് താഴെയുള്ളവർക്കും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര ജനക്കൂട്ടമുണ്ട്. മിനിസ്റ്റർക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് എത്തേണ്ട കാര്യമുണ്ടെന്ന് വൈകിട്ടത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ കുടുങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് പുറത്തിറങ്ങി പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രീലേഖ ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു, അവധിയായിരുന്നു. എന്നാലും ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ യൂണിഫോമൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റിയും ഒക്കെ ആയിട്ട് ഞാൻ കയ്യിലൊരു ഗണ്ണും ഒക്കെ കരുതി അങ്ങനെയാണ് ആ സ്ഥലത്തെത്തിയത്. കാരണം എത്രമാത്രം ആൾക്കാരുണ്ടാവും നമുക്കറിയില്ലല്ലോ. ചെന്നപ്പോൾ അത്ര വലിയൊരു ആൾക്കൂട്ടമൊന്നുമില്ല, ഒരു 10-40-50 പേര്. പക്ഷേ അവർ പുറത്തും വെളിയിലും അകത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവരും നിന്ന് മടുത്തു. അതുകൊണ്ട് അവർ കുറച്ച് സമാധാനമായിട്ടൊക്കെ ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പം സംസാരിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അവർ ഈ മിനിസ്റ്റർ എപ്പോഴാണോ പുറത്തിറങ്ങുന്നത് അപ്പോഴേക്കും ബഹളം തുടങ്ങാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നൊരു 3 മണിയോടടുപ്പിച്ചെങ്ങാണ്ട് സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം ഇവരോട് സംസാരിച്ചു. ഇവരാരും പിൻവാങ്ങാൻ തയ്യാറല്ല. ഇവർ പറഞ്ഞ് ഞങ്ങൾ എന്തായാലും ഈ കരിങ്കൊടി പ്രകടനം നടത്തും, മിനിസ്റ്ററെ തടയും, ഞങ്ങൾ ബഹളം വയ്ക്കും, കാറിന് കല്ലെറിയും എന്നൊക്കെയുള്ള മട്ടിൽ അങ്ങനെ വളരെ ഇങ്ങനെ ഒരു രക്തം തിളച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്തായാലും മിനിസ്റ്ററേയും കൂടെ കണ്ട് എന്താണ് കുറച്ച് രാത്രി ഇവിടെ നിൽക്കാൻ പറ്റുമോ, തിരുവനന്തപുരത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാമെന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് മുറി ചെന്നു. ഒരു റൂമിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഫ്രഷ് ആവാൻ ഒരു മുറി എടുത്തിട്ട് അങ്ങനെ ആ മുറിയിൽ ഇങ്ങനെ വളരെ വിഷണ്ണനായിട്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തു. എന്നിട്ട് ചോദിച്ചു, സാർ ഇങ്ങനെ ഇത്രയും പേര് നിൽപ്പുണ്ട്, അവരെ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല, അപ്പോൾ എന്താണ് സാറിന് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക്, വാട്ട് ആർ ദ ഓപ്ഷൻസ്, എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ 1-2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇവർ ബഹളം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ധൈര്യമായിട്ട് ഇവരുടെ മുന്നിൽ കൂടെ നടന്ന് കാറിൽ കയറി പോകണം, ഞങ്ങൾ വഴി ഒരുക്കി തരാം, അത്രയ്ക്ക് പോലീസുകാരിവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാറിന് ഇവിടെ തന്നെ തങ്ങാം, നാളെ രാവിലെ വരെ തങ്ങി, അല്ലെങ്കിൽ രാത്രിയിലെങ്ങാനും കുറച്ച് ഇവരൊക്കെ പോയി കഴിയുമ്പോൾ എപ്പോഴും ഫുൾ ടൈം അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, ഭക്ഷണം കഴിക്കാനും ഒക്കെ പോകണ്ടേ. അപ്പോൾ ഇവിടെ തങ്ങുന്നു എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുത്ത് നാളെ പോകണുള്ളൂ എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നാളെ അവർ പിരിഞ്ഞു പോവുകയാണെങ്കിൽ രാത്രിയിൽ എപ്പോഴെങ്കിലും കുറച്ചും കൂടെ ക്വയറ്റായി 3-4 പ്രവർത്തകരുള്ളപ്പോൾ കയറി പോകുന്നത് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ പുറകു വശത്തുള്ള ഒരു വാതിലുണ്ട് അടുക്കള സൈഡിലൂടെ, അത് പക്ഷേ പോകണം എന്നുണ്ടെങ്കിൽ ഈ ലിഫ്റ്റൊക്കെ ഇറങ്ങി അടുക്കളയിൽ കൂടെ കയറി അവരുടെ കുക്കിംഗ് ഏരിയയിലൂടെയൊക്കെ പോയിട്ട് ആ ഒരു വാതിലിൽ കൂടെ പുറത്തോട്ട് ഇറങ്ങി ഗേറ്റേ ഉള്ളൂ ലേ മെറിഡിയനിൽ. അപ്പോൾ കാറെന്ന് പറയുന്നത് പുറകിലെങ്ങാനും വന്ന് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ പോകണം എന്നുണ്ടെങ്കിൽ വേറൊരു കാർ അറേഞ്ച് ചെയ്ത് ആ വശത്തെങ്ങാനും കൊണ്ട് നിർത്തിയിട്ട് ഇദ്ദേഹം വളരെ രഹസ്യമായിട്ട് ഒളിച്ച് കുനിഞ്ഞു കിടന്നോ മറ്റോ പോകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനുണ്ട്. എന്നാലും ഇവർ ചിലപ്പം അറിയാൻ സാധ്യതയുണ്ട്, കാറ് കണ്ടാൽ ചിലപ്പോൾ പുറകിക്കൊണ്ട് പോകുന്നത് എന്തിനാണെന്നൊക്കെ അവർ നോക്കും, അവരെല്ലായിടത്തും ഇങ്ങനെ നിൽപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് മനസ്സിൽ കൂടെ ഒരു പഴയ സംഭവം ഓർമ്മ വന്നു. 1996
ഞാൻ ആലപ്പുഴ SP ആയിരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് CMPയുടെ ഒരു നേതാവ് ശ്രീ MV രാഘവൻ, അദ്ദേഹം ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ഇതുപോലെ വന്നു. ഗസ്റ്റ് ഹൗസിൽ അവിടെ റെസ്റ്റ് ഹൗസാണ്, PWD റെസ്റ്റ് ഹൗസാണ്, ബീച്ചിൻ്റെ സൈഡിലുള്ള റെസ്റ്റ് ഹൗസ്. അന്ന് ഗസ്റ്റ് ഹൗസ് ഇല്ലായിരുന്നു. അദ്ദേഹം റെസ്റ്റ് ഹൗസിൽ വന്നിട്ട്, അന്ന് അദ്ദേഹം MLA അല്ല, എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പിൽ എങ്ങാണ്ട് അന്ന് മത്സരിച്ചിട്ട് ജയിക്കാതിരുന്ന സമയവും മറ്റോ ആയിരുന്നു. അദ്ദേഹം MLA അല്ല, മിനിസ്റ്ററും അല്ല. അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് LDF സർക്കാരായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് നായനാർ സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ ശ്രീ MV രാഘവൻ അവിടെ ആലപ്പുഴ റെസ്റ്റ് ഹൗസിൽ വന്നങ്ങ് അവിടെ ഇതുപോലെ കുടുങ്ങിപ്പോയി. അവിടെയും ഇതുപോലെ DYFI പ്രവർത്തകർ, SFI പ്രവർത്തകർ ഒക്കെ നിരന്തരം അദ്ദേഹത്തിനെതിരെ സമരം ചെയ്യുന്നുണ്ടായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതുമായിട്ട് അനുബന്ധിച്ചുള്ള പ്രതിഷേധ പ്രക്ഷോഭ പ്രകടനങ്ങളിൽ ശ്രീ MV രാഘവൻ എവിടെ പോയാലും അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കുകയും അക്രമം നടത്തുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആലപ്പുഴയിൽ അദ്ദേഹം റെസ്റ്റ് ഹൗസിൽ വന്നു എന്നറിഞ്ഞ് അവിടെയും ഇങ്ങനെ ഇതുപോലെ ഒരു 10-100 DYFI SFI പ്രവർത്തകർ തടിച്ചുകൂടി അദ്ദേഹത്തിനെ തടയാനായിട്ട് നിൽക്കുകയാണ്. പോലീസ് കഴിയുന്നത് പോലെ മുറിയുടെ വെളിയിലും റെസ്റ്റ് ഹൗസിൻ്റെ പരിസരത്തുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട്. അപ്പം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മാഡം ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ SP ആണല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ സീനിയർ ഓഫീസേഴ്സിനോട് ആരും ചോദിക്കാൻ പോയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ഒരു ആസ് എൻ SP എനിക്ക് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ആ റെസ്പോൺസിബിലിറ്റി ഒഴിയുന്ന ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ സമയം റെസ്റ്റ് ഹൗസിൽ ചെന്നു. റെസ്റ്റ് ഹൗസിൽ ചെന്നിട്ട് ഞാൻ ശ്രീ MV രാഘവൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എന്താണ് പരിപാടി, ഇത് ഇത്രയും പേര് ഇവിടെ കൂടി നിൽക്കുന്നു, അവർ വളരെ അക്രമാസക്തരാണ്, അവരോട് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ സംസാരിച്ചപ്പം എന്ത് വന്നാലും ഇദ്ദേഹത്തിനെ തടയും, കല്ലെറിയും, ഉപദ്രവിക്കും, പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതിഷേധിക്കും എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉടനെ തന്നെ പോകണം, എനിക്ക് തിരുവനന്തപുരത്ത് എത്തിയിട്ടൊരു, അദ്ദേഹം അത് കണ്ണൂർ സൈഡിൽ നിന്ന് അങ്ങാടി തിരുവനന്തപുരത്ത് പോകുന്ന വഴി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കയറിയതായിരുന്നു. അതെങ്ങനെയോ ആളുകളെല്ലാവരും കൂടെ അറിഞ്ഞ് ചെയ്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു കാർ എടുക്കാൻ പറ്റില്ല മുൻവശത്തുനിന്ന്, അത് വലിയ പ്രയാസമാണെന്ന്. അല്ല എനിക്ക് പോകണം. അപ്പോൾ ഇദ്ദേഹത്തിന് MV രാഘവൻ അദ്ദേഹത്തിന് വലിയ ഒരു വാശിക്കാരനാണ്, ധാർഷ്ട്യമാണ്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അങ്ങ് എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാറ് മുമ്പിൽ കൂടെ ഇറങ്ങി അങ്ങ് പോകണം, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞങ്ങൾ കഴിയുന്നത്ര പോലീസുകാരെ നിർത്തി അവരെ അകറ്റി മാറ്റി നിർത്താൻ നോക്കാം. അപ്പോൾ ധൈര്യമായിട്ട് ഇവരുടെ ഇടയിൽ കൂടെ തന്നെ ഇറങ്ങി നടന്ന് കാറിൽ കയറി അങ്ങ് പോകണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിന് വയ്യ, അദ്ദേഹത്തിന് കുറച്ചൊരു പ്രയാസം. കാരണം ഈ കൂത്തുപറമ്പ് സംഭവം 94-ലുണ്ടായ 2 വർഷമല്ലേ ആയുള്ളൂ, ഒരു 2 വർഷം പോലും ആയിട്ടില്ല ആ സമയത്ത്. അന്ന് 5 പേര് മരിച്ചല്ലോ പോലീസ് ഇടപെടലിൽ. അതുമല്ല അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കൂത്തുപറമ്പ് ഫയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിന്. ഞാൻ അവരുടെ മുമ്പിലോട്ട് പോകുന്നില്ല, ഇവർ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും, അതുകൊണ്ട് ഞാൻ ഇവരുടെ മുമ്പിലൂടെ എന്തായാലും പോകുന്നില്ല, എങ്ങനെയെങ്കിലും വേറെ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ DYSPമാരോടും ഒക്കെ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, റെസ്റ്റ് ഹൗസിൻ്റെ പുറകിലൊരു റോഡുണ്ട്, ആ റോഡിലൊരു ടാക്സി എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് അവിടെ വന്ന് കിടക്കാൻ പറയാം. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റ് ഹൗസിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി പുറകുവശത്തെ അടുക്കള വാതിലൂടെ കയറി പുറത്തോട്ട് ഇറങ്ങിയിട്ട് പുറകിലുള്ള പറമ്പിൽ കൂടെ നടന്ന് മതിൽ ചാടി അപ്പുറത്ത് കടന്ന് കുറച്ചും കൂടെ നടന്നു പോയാൽ ആ റോഡിലെത്തും. അപ്പോൾ മതിൽ ചാടാനായിട്ട് ഈ പ്രായത്തിൽ അദ്ദേഹത്തെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോയി ഒരു മേശയും ഒരു കസേരയും ഒക്കെ അകത്തുനിന്ന് എടുത്ത് കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നുമൊക്കെ എടുത്ത് മതിലിൻ്റെ വശത്തായിട്ട് അറേഞ്ച് ചെയ്തു. അപ്പുറത്തെ വശത്തും ഇതുപോലെ ഒരു അടുത്ത വീട്ടിൽ നിന്ന് എന്തോ ഒരു ഫർണിച്ചർ കൊണ്ടുവന്ന് അതും എടുത്ത് വെച്ചു. കുറേ കല്ലുകളും വെച്ച് അങ്ങനെ വഴി ഉണ്ടാക്കി മഫ്റ്റി പോലീസുകാരെ നിർത്തി ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് അന്ന് ശ്രീ MV രാഘവൻ അദ്ദേഹം പുറകുവശത്തൂടെ ഞങ്ങൾ സേഫായിട്ട് ഇറക്കിക്കൊണ്ടുപോയി. അദ്ദേഹം കസേരയുടെ മുകളിൽ ചവിട്ടി കയറി, മേശയുടെ പുറത്ത് ചവിട്ടി കയറി, മതിൽ ക്രോസ് ഓവർ ചെയ്ത് അപ്പുറത്തുനിന്ന് ഇറങ്ങി കാറിൽ കയറി ടാക്സി കയറി അങ്ങ് പോയി, ഒരു പ്രശ്നവും ഇല്ലാതെ പോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് ഇത് അവരോട് പറഞ്ഞു. അപ്പോൾ മേശയും കസേരയൊക്കെ ഞങ്ങൾ പബ്ലിക്കായിട്ട് തന്നെ എടുത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടപ്പോൾ ഈ പ്രതിഷേധക്കാർ ചോദിച്ചു എന്ത് പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം പുറകുവശത്തൂടെ ഇറങ്ങിപ്പോയി എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പിരിഞ്ഞു പോയി. പക്ഷേ ഭയങ്കര ദേഷ്യമായി പോലീസിനോട്. അന്നത്തെ DIG ആയിരുന്ന ശ്രീ ജംഗ്വാങ്കി സാറ് വളരെ നല്ല ഓഫീസറാണ് ജംഗ്വാങ്കി സാറ്, പക്ഷെ പെട്ടെന്ന് ദേഷ്യപ്പെടും. അപ്പോൾ ജംഗ്വാങ്കി സാറ് കോട്ടയത്തായിരുന്നു അന്ന് DIGയുടെ ഓഫീസ്. അന്ന് ഈസ്റ്റേൺ റേഞ്ച് എന്ന് പറഞ്ഞൊരു റേഞ്ചും കൂടെ ഉണ്ടായിരുന്നു. ആലപ്പുഴ കോട്ടയം റേഞ്ചിൻ്റെ കീഴിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം ഒരു മൂച്ച് വഴക്ക് എന്നോട് പറഞ്ഞു. വൈ ഡിഡ്ന്റ് യു കൺസൾട്ട് മീ, എന്നോട് ചോദിക്കാത്തത് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ കയറ്റി വിട്ടത്, എന്താണ് റെസ്പോൺസിബിലിറ്റി, MV രാഘവൻ എന്ന് പറയുന്ന ആൾ ശ്രീലേഖയുടെ ആരാ, ബന്ധുവാണോ,
അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ എന്താണ് ചെയ്തത്? അദ്ദേഹം എന്നെ ഒരു മൂച്ച് തെറി വിളിച്ചു വന്ന്. സർക്കാരിൻ്റെ അജണ്ടയിലുള്ള കാര്യമല്ല രക്ഷിച്ചുകൊണ്ട് പോകണം എന്നുള്ളത്. സർക്കാരിന് വേണ്ടത് എന്താണ്? ഇദ്ദേഹത്തെ പരമാവധി ദ്രോഹിക്കാമോ അത്രയും ദ്രോഹിക്കണം എന്നുള്ള ഒരു അജണ്ടയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ അജണ്ടയും പത്രക്കാർക്കും വേണ്ടിയിരുന്നത് അതായിരുന്നു. സംഭവ അത് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാവാതെ പോലീസ് ആക്ഷനൊന്നും ഉണ്ടാവാതെ അദ്ദേഹത്തെ സേവ് ചെയ്ത് രക്ഷപ്പെടുത്തി വിട്ടു. അതും ഒരു പഴയ മിനിസ്റ്റർ MLA എന്ന് പറയുന്ന ഒരാളെ ഇപ്പോൾ യാതൊരു പൊളിറ്റിക്കൽ പദവിയും ഓക്യുപ്പൈ ചെയ്യുന്നില്ല എന്നുള്ളത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മിണ്ടാതെ ആ വഴക്കുകളൊക്കെ കേട്ടോണ്ട് നിന്നു. ഞാൻ പറഞ്ഞു ശരി സാർ, എനിക്ക് ബോധ്യം ആണ്, നല്ലതാണ്, ഏറ്റവും ഉത്തമമായിട്ടുള്ള ബോധ്യം വന്ന കാര്യം, ഏറ്റവും ശരിയാണ് എന്നുള്ള കാര്യം ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. സാറ് പറയുന്നെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. ഞാനത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേൾക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ ദയ തോന്നിട്ട് ആ സാരമില്ല, എന്തായാലും ചെയ്തല്ലോ, അപ്പോൾ സോറി ഇറ്റ്സ് ഓക്കെ എന്ന് എന്നിട്ട് അദ്ദേഹം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളാം എന്ന് അദ്ദേഹം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ചെയ്തത്. PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഒരു സംഭവം ഓർത്തു. അപ്പോൾ ഇങ്ങനെ പുറകെ കൂടെ ഇറക്കിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെ ഒരു സംഗതി സക്സസ്ഫുള്ളായിട്ട് പോലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ചെയ്യാം എന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്താണ് ഞാൻ ഉടനെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ AC ഒക്കെ വിളിച്ചു. ഞാൻ അവിടെയുള്ള ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇദ്ദേഹത്തെ പുറകെ കൂടെ കയറ്റി സഹായിയെ മറ്റേ മെയിൻ സീറ്റിലിരുത്തി അദ്ദേഹത്തെ മറ്റേ സീറ്റിലിരുത്തി നമുക്ക് വേണമെങ്കിൽ കുനിച്ചിരുത്താം, എന്നിട്ട് നമുക്ക് ഡ്രൈവർ അവിടെ തന്നെ നിൽക്കട്ടെ, മറ്റേ വേറൊരു ടാക്സി പോലെ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ടാക്സി പോലെ വണ്ടി പോലെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് അതിനകത്ത് കയറ്റി പുറകെ കൂടെ കുറച്ച് വേഗത്തിൽ സ്പീഡിലങ്ങ് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് തടയാൻ സാധ്യതയില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൈലറ്റൊക്കെ കൊടുക്കാമല്ലോ എന്നുള്ള മട്ടിലെല്ലാം പ്ലാൻ ചെയ്ത് ഞാൻ തിരിച്ചു വന്ന് പറഞ്ഞു സാർ പുറകെ കൂടെ ഇറങ്ങി പോകാനുള്ള നടപടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് ഞാൻ എന്തിനാണ് ഒളിച്ചോടുന്നത്, ഈ കാര്യത്തിൽ ഞാൻ തെറ്റുകാരനല്ല, രാഷ്ട്രീയമായിട്ട് എനിക്കെതിരെ ഉണ്ടാകുന്ന ഒരു പ്രക്ഷോഭമാണ്, അതുകൊണ്ട് ഞാൻ പുറകെ കൂടെ ഒളിച്ച് ഒന്നും പോകുന്നില്ല, ഞാൻ ഇറങ്ങി ധൈര്യമായിട്ട് ഇവരുടെ ഇടയിൽ കൂടെ തന്നെ പോകാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് പോലീസിൻ്റെ കയ്യിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ തന്നാൽ മതി, എനിക്ക് ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടാകാതിരിക്കാനായിട്ട് പോലീസ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി, അപ്പോൾ എനിക്കൊരു കവറിങ് തരണം, ഞാൻ കയറി എൻ്റെ കാറിൽ തന്നെ കയറി എൻ്റെ സഹായമായിട്ട് കയറി ഞാനങ്ങ് പോവുകയാണ് എന്നൊരു തീരുമാനം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ടപ്പെന്നൊരു ബഹുമാനം അദ്ദേഹത്തോട് കൂടി. ഞാൻ പറഞ്ഞു ശരി സാർ ഞങ്ങൾ അറേഞ്ച് ചെയ്യാമെന്നു. ഞാൻ എങ്ങനെ എല്ലാവരോടും പറഞ്ഞ് രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞു കുറച്ചൊന്ന് അവരൊന്ന് മൈൽഡായിട്ട് നിൽക്കട്ടെ, ആരോടും പറയാതെ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ലിഫ്റ്റിൽ താഴെ വന്ന് ഇറങ്ങി ഞങ്ങൾ കുറച്ച് പ്രൊട്ടക്റ്റീവ് കവറേജൊക്കെ കൊടുത്തു. എല്ലാവരും കൂടി, പത്രക്കാരെന്ന് പറയുന്ന ഒരുപാട് പേരങ്ങനെ കൂടി. അപ്പം ആദ്യം ഞാൻ വന്നിറങ്ങിയപ്പോൾ ഒരു 10-50 പേരെ കണ്ടെങ്കിലും അദ്ദേഹം ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും 100, 150, 200 പേരുടെ തിരക്ക് പോലെ അവിടെ തോന്നി. കാരണം എല്ലാ മീഡിയാസും ക്യാമറാസും ഇതുമൊക്കെ ആയിട്ട് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ പോലീസ് കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷേ എന്നാലും വളരെ ധൈര്യമായിട്ട് തല ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം മിനിസ്റ്റർ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്ന് എല്ലാവരെയും നോക്കി ചിരിച്ച് കാറിലോട്ട് കയറാനായിട്ട് ഡോർ തുറന്നു കൊടുക്കുന്ന സമയം ആരോ ഇങ്ങനെ ദൂരെ നിന്ന്, അവർക്ക് ആക്സസ് ഇല്ലാതെ പോലീസ് സറൗണ്ട് ചെയ്ത് നിൽക്കുകയാണല്ലോ, അപ്പോൾ ദൂരെ നിന്ന് അയാളൊരു കറുത്ത തുണി കൊടിയിൽ നിന്ന് ഊരി വലിച്ചെറിഞ്ഞു. ആ എറിഞ്ഞ തുണി വന്ന് കൃത്യമായിട്ട് മിനിസ്റ്ററുടെ തലയിൽ കൂടെ വന്ന് വീണിട്ട് മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കറുത്ത തുണി വന്ന് ക്ലിക്ക് 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 എന്ന് പറഞ്ഞ ഫോട്ടോ എല്ലാം എടുത്തു. അന്ന് ക്യാമറ മുഴുവൻ ഇങ്ങനെ ടപടപടപട പോയെന്ന് അതിൻ്റെ ഫോട്ടോ എടുത്തു. അദ്ദേഹം വന്ന് വളരെ കൂളായിട്ട് എടുത്ത് താഴെ ഇട്ടിട്ട് കാറിൽ കയറി കൂടെ തന്നെ ഇവരുടെ ഇടയിൽ കൂടെ തന്നെ അങ്ങ് പോയി. അപ്പോൾ പിറ്റേ ദിവസത്തെ പത്രം മുഴുവനും വന്ന ഫ്രണ്ട് പേജ് വാർത്ത എന്ന് പറയുന്നത് ഈ കരിന്തുണി മുഖത്ത് കിടക്കുന്ന ഒരു മിനിസ്റ്ററുടെ ഒരു രൂപമായിരുന്നു, ഒരു ഫോട്ടോ ആയിരുന്നു വന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു പരാതി പറയുകയോ ഒരു പരിഭവം പറയുകയോ ആരെ കൊണ്ട് എന്നെ വഴക്ക് പറയിക്കുകയോ എന്നെ DIGയോ IG-യോ DGPയോ വിളിച്ചൊന്നും ചോദിക്കുകയോ ഒന്നും അദ്ദേഹം പോലും എന്നെ വിളിച്ച് എന്തുകൊണ്ട് ഇത് പോലീസിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ചോദ്യം ചോദിച്ചില്ല. പോലീസ് ജീവിതത്തിൽ ഇതുപോലെ പല പല രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത് ഇടപഴകേണ്ട സാഹചര്യം വരും. എനിക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി ഒരു മന്ത്രിമാരെയും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെയും പോയി കാണാറില്ല. ചേർത്തലയിൽ ഞാൻ ASP ആയിട്ട് ചാർജ് എടുത്തപ്പോൾ എന്നോട് അവിടുത്തെ ഓഫീസേഴ്സ് എല്ലാവരും പറഞ്ഞു ഇത് ഒരുപാട് VIPs ഉള്ള സ്ഥലമാണ്, പഴയ മന്ത്രിയുണ്ട്, ഇപ്പോഴത്തെ CM ഉണ്ട്, അവിടെ എല്ലാവരുടെയും വീടുകളിൽ പോയി മാഡം എല്ലാവരെയും കോൾ ഓൺ ചെയ്യണം, വ്യവസായ പ്രമുഖന്മാരെയൊക്കെ മാഡം കോൾ ഓൺ ചെയ്യണം, ഇവരുമായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പ് വേണം എന്നൊക്കെ എനിക്ക് ഉപദേശം കിട്ടിയതാണ്. ഞാൻ അതിനൊന്നും പോയില്ല. ഞാൻ വിചാരിച്ചു ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. IPS ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടവരാണ്, യാതൊരു രാഷ്ട്രീയ ചായ്വും പാടില്ല, നമ്മൾ വളരെ നിഷ്പക്ഷമായി നിയമത്തിൻ്റെ കൂടെ തന്നെ നിന്ന് മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ് ഞാൻ അതൊന്നും പോകാതിരുന്നത്. ഞാൻ ത്രൂ ഔട്ട് മൈ കരിയർ ഞാൻ എവിടെ ജോലി ചെയ്താലും ഒരാളെയും പോയി കണ്ട് സർ വെറുതെ കോൾ ഓൺ ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പോയി കണ്ട് വിഷ് ചെയ്തിട്ട്
കൊച്ചു വർത്താനം പറഞ്ഞ് വരേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് ചെയ്തിട്ടുമില്ല. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഒഫീഷ്യലായിട്ടൊരു മീറ്റിംഗ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിലോ മറ്റോ പോകുന്നല്ലാതെ ഞാൻ വെറുതെ പോയി പരിചയപ്പെടാനായിട്ട് ചെയ്യുന്ന ഒരു ചരിത്രം എനിക്കില്ല. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി മിനിസ്റ്ററിനെയും ഞാൻ അങ്ങനെ കണ്ടിരുന്നില്ല. അതായിരുന്നു ആദ്യമായിട്ട് ഞാനും അദ്ദേഹവുമായിട്ട് അടുത്ത ഒരു മീറ്റിങ്ങുകൾക്കൊക്കെ ദൂരെ നിന്ന് കാണുന്നല്ലാതെ അടുത്തിടപഴകി കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ട് ഇതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ അദ്ദേഹം തല ഉയർത്തി നിന്നോണ്ട് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഒളിച്ചോടി പുറകുവശത്തൂടെ പോകേണ്ട കാര്യമില്ല, ഞാൻ ധൈര്യമായിട്ട് ഇവരുടെ മുന്നിൽ കൂടെ തന്നെ പോകുമെന്നെടുത്ത ആ ഒരു തീരുമാനമില്ലേ, അതിനൊരു ഭയങ്കര ഒരു സല്യൂട്ട് അദ്ദേഹത്തിന് ആ സമയത്ത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ യാത്രയാക്കി വിട്ടത്. ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാവുന്നത്. എന്തുമാത്രം മികച്ച ഒരു ലീഡറാണ്, എന്തുമാത്രം നല്ല ഒരു നേതാവാണ്, എന്തുമാത്രം ധൈര്യമുണ്ട് അദ്ദേഹത്തിന്, എത്ര സിൻസിയറാണ്. ഇതുപോലുള്ള അവസരങ്ങളിലൂടെയാണ് മനസ്സിലാകുന്നത്. സസ്നേഹം, ശ്രീലേഖ.